ആദ്യത്തെ 7 ദിവസങ്ങളിൽ ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും അവരൊരുമിച്ച് ഇടപഴകാനും പരിചയപ്പെടാനും യാത്ര ചെയ്യാനും സ്നേഹം, അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹം, അത് ഉള്ളിൽ നിന്ന് ഉണ്ടായി വരേണ്ട ആ സ്നേഹത്തെ ആവോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കമുണ്ടാവാനും ഇമ്പമുണ്ടാവാനും ഒക്കെ ഉള്ള കാലഘട്ടമാണ്, ദിവസങ്ങളാണ്. ആ സമയത്ത് അവരുടെ സ്വകാര്യതക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനൊന്നും വിലങ്ങ് വെക്കാൻ പാടില്ല. ഒരു ഉമ്മ, അമ്മായി ഉമ്മ എന്ന് പറയുന്ന ഈ മകന്റെ ഉമ്മ പറയാണ്, മക്കളെ നിങ്ങൾ എത്ര ദിവസമായി, 2-3 ദിവസമായി എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കൊരു യാത്ര പോയി നോക്കി, എവിടേക്കെങ്കിലും ഒന്ന് ബുക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഒന്ന് ചെല്ലി, എന്നിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, നിങ്ങളുടെ സമയമാണിപ്പം. അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന റെസ്പെക്റ്റ് തിരിച്ചും കിട്ടും. ഇതെൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ്, അവരെനിക്ക് തരുന്ന ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട്. പഠിച്ചോൻ എങ്ങനെയുള്ളൊരു ഉമ്മയാണല്ലോ എനിക്ക് കിട്ടിയത്, അത് മരണം വരെ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഒരു ട്രോമയാണ് നമ്മൾ ആ മനസ്സിന് കൊടുക്കുന്നത് എങ്കിൽ ആ ദുരന്തം പിന്നെ തീരൂല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ആ ഉമ്മയോ ആ വീട്ടിലുള്ള മറ്റു ബന്ധക്കാരോ ബന്ധുക്കളോ ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരോ എത്ര നന്നായി ആ പെൺകുട്ടിയോട് ഇടപഴകാൻ നോക്കിയാലും ആദ്യത്തെ ഇംപ്രഷൻ, ആദ്യമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെച്ചിട്ടുള്ള ആ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള ആ വാക്കുകൾ അവിടെ അടിയിൽ അങ്ങോട്ട് കിടക്കും. പിന്നെയൊക്കെ മേലേക്ക് ഇങ്ങനെ ചെന്ന് വീഴുള്ളൂ. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു ടീച്ചർ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? ആദ്യത്തെ 7 ദിവസം ഞാൻ എൻ്റെ മരുമകളോട് ഒരു ഇല പോലും എടുത്തു വെപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് അത്ഭുതമായി. സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മുസ്ന, ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാണ്. അങ്ങനെ അവരും അവരുടെ മരുമോളും ഇങ്ങനെ ഒരുമിച്ചിരിക്കുക. എന്നെ വിളിച്ചു. ആ മരുമോളെടുത്ത് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ആ മരുമോളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോളെ ഇതൊക്കെ സത്യം, ഇങ്ങനെയൊക്കെ നടക്കുന്ന വീടുകളുണ്ടല്ലേ? ഉമ്മ പറഞ്ഞത് സത്യമാണ്. ഉമ്മ ഇത്രയും ദിവസം 4-ാമത്തെ 5-ാമത്തെ ദിവസമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, ഇത്രയും ദിവസം എൻ്റെ ഭർത്താവുമായിട്ട് കൂടുതൽ 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 പരിചയപ്പെടാനുള്ള, അറിയാനുള്ള, ഇടപഴകാനുള്ള, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ശേഷം അവരുടെ വാഹനത്തിൽ ഒരു അരമണിക്കൂർ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഈ മകനുണ്ട്, ഈ മരുമകളുണ്ട്, ഈ ഉമ്മയുണ്ട്. ഉമ്മ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മകനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിപ്പം ഞങ്ങളെ വീട്ടിൽ എന്നെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ട് പിന്നെ ആ ഉമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് നിങ്ങൾ വീട്ടിൽ കയറരുത് കേട്ടോ, ഇന്നെങ്കിലും നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയില്ലെങ്കിൽ ശരിയാവൂല. 60 above ഏജ് ഉള്ള ഒരു ഉമ്മയാണ് പറയണത്, 60 വയസ്സിൻ്റെ മേലെയുള്ള ഒരു ഉമ്മയാണ് പറയണത്. നമ്മളൊന്ന് ആലോചിക്കണം.